ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് മതി ചാക്കോച്ച. അച്ഛായിരിക്കും, ടീച്ചറായിരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്റെ ചാക്കോച്ച, നിന്നെ ഞാൻ ഞായറാഴ്ചകൾ പോലും പള്ളിയിൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ വീട്ടിലേക്ക് വന്നേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞായറാഴ്ച വർക്കുണ്ട് ഫാദർ. റോസ്മോൾ വരുന്നുണ്ടല്ലോ, അവൾ SSC പഠിക്കുന്നുണ്ട്. ടീച്ചറുടെ സ്റ്റുഡൻ്റ് ആണ്. റോസ്മോളെ കാണാൻ കൂടിയാ ഞങ്ങൾ വന്നത്. നിങ്ങളും ഇനി തിരക്കുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് കരുതി പള്ളിയിൽ പോകാതെ മോളിൽ ശ്രദ്ധിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വിജയിക്കുമോ ചാക്കോച്ച? മോളെ വിളിക്കും. അവളിവിടെ ഇരിക്കോ? ഇന്ന് അവധി ദിവസമല്ലേ, അവളുടെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയിരിക്കുക. റോസിന്റെ കാറ്റഗിസം ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അവളുടെ കൂട്ടുകെട്ട് വളരെ മോശമാണ്. ചില ഞായറാഴ്ചയിൽ അവൾ ക്ലാസ് വരാറേയില്ല. പുറമേയുള്ള കൂട്ടുകാരാണ് അധികവും. ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരവും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല തെറ്റായ പ്രേമബന്ധവുമുണ്ട്. എന്റെ മാതാവേ, ഞാൻ എന്തേ കേൾക്കണേ? മാതാവിനെ മുമ്പ് വിളിക്കല്ലേ ചാക്കോച്ച. ടീച്ചർ പറഞ്ഞത് കേട്ട കുറെ തവണയായി ടീച്ചർ നിങ്ങളെ വിളിക്കുന്നു. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ വേറെ നിൽക്കൂ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഈ ഫോണില് വിളിച്ചു വെച്ചാൽ മാത്രമല്ല ഇടപെട പരിപാടിയില്ലെന്നല്ലേ ഞാൻ ചാക്കോച്ചനെ തറവാട്ട് വീട്ടിൽ അമ്മേനെ കൊണ്ടുപോയി അമ്മയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക. വയസ്സായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് നല്ലതാണ്. ശരി, ഞങ്ങൾ ഇറങ്ങാണ്ട. ഈ വരുന്ന ഞായറാഴ്ച എല്ലാവരും വിശുദ്ധ കുർബാന കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടിരിക്കണം. ടീച്ചറെ, നമുക്ക് പോകാം. അമ്മയുടെ കൊച്ചുമോളെ റോസു, ഇന്നലെ നിന്റെ അപ്പനും അമ്മയും കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ? നിന്നെ നോക്കാൻ. നീ ഇന്നലെ എപ്പോഴാ വന്നത്? നിന്നെ കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഇന്ന് പള്ളിയിൽ പോകാൻ നേരത്ത് നിന്റെ മുറിയിലോട്ട് വന്നപ്പോഴാണ് നിന്നെ കണ്ടത്. നീ സുഖമായി കിടന്നുറങ്ങുന്നു. അമ്മാമ്മ വന്നിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞു. പറയടാ, എന്തായി? ഇവിടെ കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പുണ്ടോ? ശരി, ഞാനിപ്പോ വരാം. ഓക്കെ, വണ്ടി എടുക്കാം. മോളെ, ഇതാരും വിളിച്ചത്? എന്ത് സാധനത്തിന്റെ കാര്യം പറഞ്ഞത്? സ്റ്റഫോ? നീ എങ്ങോട്ടാ പോണത്? അമ്മാമ്മ ചോദിക്കുന്നതിനൊന്നും എനിക്ക് ഉത്തരം പറ്റില്ലേ. ഒന്ന് മാറി തെറ്റി ഞാൻ പോട്ടെ. മോളെ, നിന്റെ കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയും വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. നീ അവരെ വിഷമിപ്പിക്കേണ്ടോ? വിഷമോ? അവർക്കോ? അപ്പൊ എന്റെ വിഷമം സങ്കടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ വീട്ടിൽ എനിക്കൊരു കൂട്ട് വേണമെന്ന്. അത് അവർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലേ. എന്നും ഞാൻ ഈ വലിയ വീട്ടിലൊറ്റയ്ക്ക് അപ്പയും അമ്മയും എന്റെ കൂടെ ഇരിക്കണം, സന്തോഷിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കത് കിട്ടിയിട്ടില്ലേ. അവർക്ക് അവരുടെ ജോലി, തിരക്ക്, അത്രമാത്രം. ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന കുറെ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. എനിക്കത് മതി. എന്നെ ആരും ഉപദേശിക്കണ്ട. ഇപ്പൊ എന്നെ നോക്കാൻ വന്നിരിക്കും. മാറി എന്താ നീ ചെയ്യുന്നത്? വേണ്ട, അവളല്ല ചെയ്തത്, നിങ്ങളാ. അവൾ എന്താ പറഞ്ഞതെന്നറിയോ? അവൾക്കൊരു കൂട്ടുണ്ടായിരുന്നില്ല എന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത്തെ കുഞ്ഞിനെ നിങ്ങൾ അബോർഷൻ ചെയ്തു. അന്ന് ഞാൻ ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് വീട് വിട്ടിറങ്ങി ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ 2 ജീവനുകളെയാണ് നശിപ്പിച്ചത്. ജീവന്റെ മുന്നിൽ എന്താണെന്ന് ആദ്യം പഠിക്കും. ഈ മകളുടെ ഓരോ വളർച്ചയിലും നിങ്ങൾ ഒപ്പുണ്ടാകേണ്ടതായിരുന്നു. വൈകിപ്പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അന്നത്തെ സാഹചര്യം അങ്ങനെയായി പോയി. അമ്മ എന്നോട് പൊറുക്കണം.
ഒരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. റോസിന്റെ പേരൻസ് അല്ലേ? അതെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ മോൾക്ക്? കാര്യമായ പരിക്കുകളൊന്നും തന്നെയില്ല. പക്ഷേ ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയപ്പോൾ എല്ലാ തരത്തിലുള്ള ലഹരിക്ക് അഡിക്റ്റായ പേഷ്യൻ്റാണ് റോസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് അനുവദിച്ചുകൂടാ. ആരോഗ്യനില വളരെ മോശമാണ്. ഡോക്ടറെ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ അതിൽ നിന്ന് രക്ഷിക്കണം. ആദ്യം പ്രാർത്ഥനയാണ് രക്ഷ, രണ്ടാമതാണ് ഡോക്ടർ. എനിക്ക് ചെയ്യാവുന്നത് റോസിനെ 2 മാസം റിഹാബിലിറ്റേഷൻ സെന്ററിൽ അയക്കുക എന്നതാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള മകളെ തിരിച്ചു കിട്ടിയാൽ മതി. അപ്പോൾ 2 മാസം നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഊർജ്ജസ്വലയായ റോസിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇന്ന് എൻ്റെ റോസ് മോള് വരും. അസുഖമെല്ലാം മാറി ഇന്ന് തിരികെ വരും. അമ്മേ, ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളെ തിരുത്താനും റോസിന് കൂട്ടായും അമ്മ എപ്പോഴും ഉണ്ടാവണം. അമ്മമ്മേ, പപ്പ, മമ്മി. മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിനക്ക് വേണ്ടി സമ്പാദിക്കാൻ ഞങ്ങൾ നെട്ടോട്ട് ഓടുമായിരുന്നു. എന്നാൽ ഇപ്പൊ മനസ്സിലായി, നീയാണ് ഞങ്ങളുടെ സമ്പത്തെന്ന്. ആ, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷായില്ലേ? വല്യമ്മച്ചിയെ സന്തോഷായില്ലേ? ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി അവസാനിച്ചു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു.